ആദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുന്നത് നളിയ എന്ന് പറയുന്ന ഗുജറാത്തിൻ്റെ നോർത്ത് ഭാഗത്തായിട്ട് നിലകൊള്ളുന്ന അതിവിശാലമായ ഒരു തുറമുഖമുണ്ട്. ആ തുറമുഖത്തോട് അനുബന്ധിച്ച് വലിയ ഒരു ഫിഷ് മാർക്കറ്റ് നിലകൊള്ളുന്നുണ്ട്. ആ ഒരു ഫിഷ് മാർക്കറ്റിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലെ അനുഭവ കഥകളൊക്കെ ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഈ ഒരു യാത്ര ഞങ്ങൾ നടത്തുന്നത്. BSFകാരുടെ കപ്പലുകൾ കയറി കാണുവാനും അവരുമായിട്ട് സംസാരിക്കുവാനും ഒക്കെ സാധിച്ചത് നമ്മുടെ മലയാളി ചേട്ടന്മാർ അവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. അവരുമായിട്ടുള്ള നല്ലൊരു സൗഹൃദം ഇന്നും ജെയ്സനച്ചൻ കാസൂക്ഷിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവിടെ യഥേഷ്ടം കയറി ചെല്ലുവാനും അവരുടെ കപ്പൽ മുഴുവനും ഒന്ന് കയറി കാണുവാനും ഒക്കെ ലഭിച്ചത് മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. സാധാരണഗതിയിൽ പുറത്തുനിന്ന് ഒരു ടൂറിസ്റ്റോ മറ്റൊരു വ്യക്തിയോ കടന്നു വരികയാണെങ്കിൽ BSFകാരുടെ ഏരിയയുടെ അടുത്തേക്ക് പോലും എത്തിച്ചേരുവാനായിട്ട് സാധാരണക്കാർക്ക് സാധിക്കുകയില്ല. ഇത് ജെയ്സനച്ചനുമായിട്ടുള്ള നല്ലൊരു ബന്ധവും സൗഹൃദവും ഉള്ളതിൻ്റെ പേരിലാണ് ആ ഒരു ഭാഗത്തേക്ക് യഥേഷ്ടം കയറി ചെല്ലുവാനും ആ ഒരു കപ്പൽ പൂർണ്ണമായിട്ട് കാണുവാനും ബോർഡർ ലൈനിലേക്ക് ചെക്കിങ്ങിനായിട്ട് പോകുന്ന കപ്പലാണ് എനിക്ക് കയറി കാണുവാൻ സാധിച്ചത്. എങ്കിലും ഫോട്ടോ വീഡിയോസ് ഒന്നും അനുവാദമില്ലാത്തത് കൊണ്ടാണ് ആ ഒരു എപ്പിസോഡിൽ ഈ ഒരു കാര്യങ്ങളൊന്നും പ്രതിപാദിക്കാതിരിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്. ഏതായാലും ജെയ്സനച്ചൻ്റെ ഈ ഒരു വലിയ സൗഹൃദം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമായിട്ട് മാറുകയായിരുന്നു. തുറമുഖ ഭാഗത്തായിട്ട് നിലകൊള്ളുന്ന നളിയായിലെ ഈ ഒരു ഫിഷ് മാർക്കറ്റിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പോകും വഴികളിൽ വിവിധ സ്റ്റേറ്റുകളിലുള്ള ഒത്തിരിയേറെ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങളും കർണാടകയിൽ നിന്നുള്ള വാഹനങ്ങളുമൊക്കെയുണ്ട്. കൂടുതലായിട്ട് ഞങ്ങൾ കണ്ടത് കർണാടകയിൽ നിന്നുള്ള വാഹനങ്ങളാണ്. ഒരു ഫിഷ് മാർക്കറ്റിൽ കൂടുതലും ആൾക്കാർ ഗുജറാത്തികളാണെങ്കിൽ ഒരു മലയാളി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ജെയ്സനച്ചനിൽ നിന്ന് മനസ്സിലാക്കുകയായിരുന്നു. ഷാജി ചേട്ടൻ്റെ വലിയ ഒരു ഫിഷ് മാർക്കറ്റ് തന്നെ ഈ ഒരു ഭാഗത്തുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി അത് കാണുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വിവിധ തരത്തിലും വിവിധ വലിപ്പത്തിലുമുള്ള ഓരോ രീതിയിലുള്ള മീനുകൾ ഇവിടെ ട്രേകളിലായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് യഥേഷ്ടം ഈ ഒരു വീഡിയോയിൽ കാണുവാൻ സാധിക്കും. ഇവിടെ കാണപ്പെടുന്ന ഈ ഞണ്ടുകളുടെ വലിപ്പം പോലും എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. ഇതിൻ്റെ സൈസിനനുസരിച്ചാണ് ഓരോ ട്രേയിലും ഇത് അടുക്കി വെച്ചിരിക്കുന്നത്. ഇത് ഒന്നായി കാണുമ്പോൾ നല്ലൊരു അനുഭവമാണ് എനിക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഇവ കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞണ്ടുകറി കൂട്ടിയതും ഗുജറാത്തിൽ വെച്ചാണ് എന്നുള്ള കാര്യം ഞാൻ ഓർത്തു പോവുകയായിരുന്നു.